എന്റെ കൂടെ പഠിച്ച ബാസ്റ്റേഴ്സ് എല്ലാം ഇന്ന് വലിയ ഡോക്ടേഴ്സാ. എന്തുകൊണ്ട് ബോണി ആയില്ല? Why? അതൊരു ഭയങ്കര ഒരു ട്രാജിക് സംഭവമാണ് എന്നാ വന്നത്. Because I'm too naughty. naughty. ഒട്ടും ഫിനാൻഷ്യലായിട്ടൊന്നും നമ്മളെ ട്രീറ്റ് ചെയ്യാതിരിക്കുക. ആ സമയത്ത് ഞാൻ പോണ്ടിച്ചേരി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഭ്രാന്തായിരുന്നു നമുക്ക് ആക്ടിങ് എന്ന് പറയുന്നത്. പിന്നെയാണ് മനസ്സിലായത് നമ്മൾ അത്രയും ആത്മാർത്ഥം കാണിക്കരുതെന്നുള്ളത് മനസ്സിലായത്. ടൊവിനോയ്ക്ക് ഒരു തരത്തിലുള്ള എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. അയാൾക്ക് എഞ്ചിനീയറിംഗ് അല്ല അദ്ദേഹം പഠിച്ചത്. അതായത് പ്രഭുവിൻ്റെ മക്കളിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഞാനായിരുന്നു. ടൊവിനോ എന്നിട്ട് അത് ചെയ്തു. നന്നായിട്ട് വന്നിരുന്നു. അത് ഫിലിം കണ്ടറിയാം. കെ ആർ നാരായണൻ സാറുടെ പേരുള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ അനുഭവിച്ച കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ഞാനിവിടെ വന്നിട്ടുള്ള ഈ ജാതീയതയുടെ പ്രശ്നം ഞാനിവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ അടുത്ത് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് തന്നെയാണ്. നമ്മൾ ഇന്ത്യ സമൂഹത്തിൽ നമുക്കറിയാമല്ലോ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്നും ജാതി തന്നെയാണ്, ഇന്നും അത് തന്നെയാണ്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. ഈ പറയുന്ന ഒരു SC സമൂഹത്തിൽ നിന്ന് ഒരു സിവിൽ സർവൻസ് എത്ര പേര് വന്നിട്ടുണ്ട്, ഈ അടുത്തുള്ളൊരു പെൺകുട്ടി വന്ന്. അപ്പോൾ ഇതൊന്നും നമുക്ക് പ്രശ്നമല്ലേ? നമ്മളൊക്കെ രണ്ട് മുഖമുള്ള ആളുകൾ തന്നെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ ജാതി മത സമൂഹത്തിലുള്ള ആളുകൾ ഉള്ളപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മതസൗഹാർദ്ദം പറയുകയും എൻ്റെ ജാതി മത സമൂഹത്തിലുള്ള ആളുകളാണ് എന്ന് ഉറപ്പാക്കിയ ശേഷം വർഗീയത പറയുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ഇത്തരം മത ജാതി സ്വത്വബോധങ്ങൾ വേണോ നിങ്ങൾക്ക് ജീവിക്കാൻ? അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിനൊക്കെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഇൻഡസ്ട്രി? വളരെ കറക്റ്റാണ്. അതായത് 2-3 മാസം ഒക്കെ വർക്ക് ചെയ്തിട്ട് 10 പൈസ കൊടുക്കാണ്ട് വിടുന്ന എത്രയോ സന്ദർഭങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് പറ്റുക? നിങ്ങളൊരു മനുഷ്യൻ്റെ ഒരു സമയവും അയാളുടെ ഊർജവും അയാളുടെ ചിന്തയും ഇതെല്ലാം നിങ്ങൾ ഉപയോഗപ്പെടുത്തല്ലേ? ഈ സിനിമയൊക്കെ വെറുത്തു പോകാനുള്ള ഒരു കാരണമൊക്കെ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഞാനിത് പറയുന്നത് ഇതൊന്നും ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല, സിസ്റ്റം കറക്റ്റ് ആവാതെ കുഴപ്പമാണ്. ഈ സിസ്റ്റം കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം, മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. നമസ്കാരം. കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം മുഴുവനും വാർത്തകളിൽ ഇടം പിടിച്ച ഒരിടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ അഭിമുഖം നടത്തുന്നത്. പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്താനാവുന്നോ ഇപ്പോൾ? അല്ല, പ്രശ്നങ്ങൾ അന്നുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നാണ് ഒരു പരിധി വരെ വിശ്വസിക്കുന്നത്, മനസ്സിലാക്കുന്നത്. പിന്നെ പുതിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അതൊക്കെ ഇങ്ങനെ പരിഹരിച്ചു വരുന്ന ഓരോന്നായിട്ട്. ഇരുൾ സമൂഹവുമൊക്കെയായി ബന്ധപ്പെട്ട് ജയ്ഭീമിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അന്ന് കൊടുത്ത അഭിമുഖങ്ങളിലും അല്ലെങ്കിൽ അന്ന് സംസാരിച്ചിരുന്ന സമയത്തൊക്കെ അങ്ങനെയുള്ള ആളുകൾ അപ്ലിഫ്റ്റഡ് ആയി വരേണ്ട ആവശ്യം കൂടിയുണ്ട്. നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന 10,000 സിനിമകളോളം ഇവിടെ ഉണ്ടാവുന്നതിൽ എത്ര സിനിമകളിൽ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയുടെ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ടെന്നും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അത് കൃത്യമായിട്ടൊരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ സംസാരിക്കുന്ന ഒരാൾ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ആകുമ്പോൾ ഇവിടെ നമ്മളൊരു സമചിത്തതയുടെ അല്ലെങ്കിൽ ഒരു സഹവർത്തിത്വത്തിൻ്റെ ഒരു ഭാവം കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ആകുമ്പോൾ അങ്ങനെ ഇവിടെ ഒരു രീതിയിലുള്ള അനീതികളും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഇനീക്വാലിറ്റികൾ ഉണ്ടാവരുതെന്നുള്ളൊരു ബോധ്യവും വിഷനും ഉണ്ടായിരുന്നോ ജോയ്ക്ക്? ഉണ്ട് തീർച്ചയായിട്ടും. ഞാൻ പ്രത്യേകിച്ച് തിയേറ്ററായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ലേ. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യ സമൂഹത്തിൽ നമുക്കറിയാമല്ലോ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്നും കഴിഞ്ഞ 2000 വർഷമായിട്ട് ജാതി തന്നെയാണ്, ഇന്നും അത് തന്നെയാണ് സംഭവം. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഞാൻ നാട്യശാസ്ത്രമൊക്കെ പഠിപ്പിക്കുന്ന ഒരാളാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലൊക്കെ ഈ 2000 വർഷങ്ങൾക്ക് മുമ്പും 2500 വർഷത്തിനിടയിലാണ് നാട്യശാസ്ത്രം എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ കൃത്യമായിട്ട് ജാതീയതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ജാതീയതയുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകളെ രണ്ടാം തരമായിട്ട് കാണുന്ന പ്രശ്നങ്ങളുണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്. അപ്പോൾ ഈ നാട്യശാസ്ത്രമൊക്കെ ആണല്ലോ നമ്മുടെ ഒരു കലയുടെ ഒരു ബുക്ക് എന്നൊക്കെ പറയുന്നത് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് നാട്യശാസ്ത്രത്തിനാണ്. അപ്പോൾ അതിൽ തന്നെ ഈ പറയുന്ന 6000 ശ്ലോകങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊരു 10, 20, 30 ശ്ലോകങ്ങളെ പ്രശ്നമുള്ളൂ. പക്ഷെ അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അത് വെച്ചിട്ട് അതിൽ നാട്യശാസ്ത്രത്തിൽ ഉള്ളത് കൊണ്ട് അത് ശരിയാണ് എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ദോഷമേ ഉണ്ടാക്കുകയുള്ളൂ. അത് കൃത്യമായിട്ട് ഇന്ന കാര്യങ്ങൾ തെറ്റാണെന്നും അത് പുതിയ 2024 ഉള്ള പുനർവായന എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മളെ ക്ലാസ് എടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് എന്താണ് നാട്യശാസ്ത്രത്തിലെ ശ്ലോകങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൽ ജാതീയതയുണ്ട്. കാരണം നാട്യശാസ്ത്രം ഉണ്ടാവുന്നത് തന്നെ ഈ 4 വേദങ്ങൾ എല്ലാ സമൂഹങ്ങൾക്കും വായിക്കാൻ പറ്റില്ലെന്നും അതുകൊണ്ട് എല്ലാവർക്കും വായിക്കാൻ പറ്റാവുന്ന 5ാമതൊരു വേദം വേണമെന്ന് പറഞ്ഞിട്ടാണ്. അതാണ് അതിൻ്റെ ഉൽപ്പത്തിയുടെ ഒരു ഉത്ഭവമായിട്ട് ഐതിഹ്യം കഥയായിട്ട് വരുന്നത്. അവിടെ തന്നെ ജാതീയതയുണ്ട്. പിന്നെ ഇന്ന സമൂഹങ്ങൾക്ക്
ആണ് ഇന്ന ഇന്ന കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ എന്താ പറയുക, ഇന്ന ശാരീരികമായിട്ട് ഭിന്നശേഷിയുള്ളവർ അവതരിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ വേറെ ബോഡി ഷേമിങ്ങിൻ്റെ വേറെയുണ്ട്. കൈശികി വൃത്തിയുടെ ഒരു സംഭവം വരുന്നുണ്ട്. സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകളുടെ ആവശ്യങ്ങൾ വരുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അപ്സരസുകളെയാണ്. ഇപ്പോൾ ഭരതൻ തന്നെ 100 പുത്രന്മാർ അല്ലെങ്കിൽ പുത്രരാന്ന് പറയുന്നുണ്ട്, അത് വിദ്യാർത്ഥികളാണെന്ന് പറയുന്നുണ്ട്. അവരുടെ അടുത്താണ് നാടകം കളിക്കാൻ ആവശ്യപ്പെട്ടത്. പക്ഷേ സ്ത്രീയുടെ ആവശ്യം വന്നപ്പോൾ അവിടെ അപ്സരസുകളെ സൃഷ്ടിക്കാനായി. അപ്പോൾ എന്താണ്, നമുക്ക് അവിടെ പുത്രിമാരില്ലാണ്ടാണോ അതോ വിദ്യാർത്ഥിനികൾ ഇല്ലാണ്ടാണോ? അപ്പോൾ അവിടെ അവരെ ആവശ്യം വരുന്നത് കൈശികവൃത്തി വരുമ്പോഴാണ്. അത് സൗന്ദര്യത്തിന് വേണ്ടി മാത്രം. മറ്റ് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്, പൊളിറ്റിക്കലായിട്ടുള്ള കഥാപാത്രങ്ങൾക്കൊന്നും സ്ത്രീകൾ വേണ്ടേ. നമ്മൾ 3ാം ലിംഗം എന്നും അല്ലെങ്കിൽ ഇപ്പോൾ ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറയുന്ന അത്തരം സമൂഹങ്ങളൊക്കെ അതിൽ വേറെ രീതിയിലുള്ള പദപ്രയോഗങ്ങളൊക്കെയാണ്. ഞാൻ പറയുന്നത് ഇന്നിൻ്റെ വായനയിൽ നിൽക്കുമ്പോഴാണ് നമുക്കത് തെറ്റാണെന്ന് മനസ്സിലാവുന്നത്. വേറെ ചില ഭാഗങ്ങളിൽ കൃത്യമായിട്ട് പുരോഗമനം ഉണ്ട് താനും. അതായത് പുരോഗമനം എന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പം ബീഫിൻ്റെ ഒക്കെ പേരിൽ മനുഷ്യരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ കഴിയല്ലേ. അപ്പോൾ അവിടെയൊക്കെ പക്ഷെ ആ സമയത്ത് നിങ്ങൾ ഇന്ന ദൈവത്തിന് പ്രീതിക്കായിട്ട് മാംസം കൊടുക്കാമെന്നും അല്ലെങ്കിൽ ഇന്ന ദൈവത്തിന് പ്രീതിക്കായിട്ട് മത്സ്യം കൊടുക്കാമെന്നും ഒക്കെ പറയുന്നുണ്ട് ഈ രംഗപൂജയുടെയൊക്കെ ഇതിൽ, അല്ലെങ്കിൽ രംഗപീഠം നിർമ്മിക്കുമ്പോൾ, ഈ നാട്യ ഗൃഹം നിർമ്മിക്കുമ്പോൾ. അപ്പം ഞാൻ പറയുന്നത് ഇതെല്ലാം നമ്മൾ ചർച്ചയ്ക്ക് വരണം. അല്ലാതെ ഇതൊക്കെ ഒരു 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 സവർണ പെർസ്പെക്റ്റീവിൽ മാത്രം കണ്ടാൽ പോരാ എന്നുള്ളൊരു സംഭവമാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ ഏത് സമൂഹത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതല്ല അവിടെ വിഷയം. നിങ്ങൾ പുരോഗമന ചിന്താഗതി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, നമ്മൾ എത്ര ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മൾ പലപ്പോഴും അല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അതിനെ ആ ഒരു വിമർശനാത്മക ബുദ്ധിയോടുകൂടി സമീപിച്ചേ പറ്റൂ. ജെയ്മിമിന്റെ സിനിമയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇരുൾ സമൂഹത്തെ ഇരുളർ സമൂഹത്തെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് അവരിലേക്ക് കുറച്ചുകൂടി ഇറങ്ങിച്ചെല്ലാൻ, അവരുടെ സ്വാഭാവികതയിലേക്ക് കുറച്ചുകൂടി ഇറങ്ങിച്ചെല്ലാൻ, അവർ എന്തൊക്കെയാണ് കഴിക്കുന്നത്, അവർ എലിയെ ഭക്ഷിക്കുന്നവരാണ്, അതുകൊണ്ട് ഞാൻ എലിയെ കഴിച്ചു നോക്കി, കുഴപ്പമൊന്നുമില്ല, സ്വാദുള്ള ഭക്ഷണം തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു കൂട്ടരുടെ സ്വാഭാവികതയിലേക്ക് ഇറങ്ങാൻ ശരിക്കും നമ്മളെ ഭക്ഷണം കഴിച്ചു നോക്കേണ്ടതിന്റെ ആ ഒരു തോട്ട് പ്രോസസ് ഒന്ന് ഇതെല്ലാം സോഷ്യോ ജീൻസിന്റെ ഒരു സംഭവമാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. അതായത് നമ്മളിപ്പോൾ കൊറിയയിൽ നമ്മൾ ജനിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മറ്റ് നമ്മൾ സാധാരണ കഴിക്കാത്ത ഒരു ജീവിനെ കഴിക്കാൻ നമുക്ക് വലിയ വിഷമം ഉണ്ടാവില്ല. അത് സോഷ്യോ ജീൻസാണ് അതിൽ പ്രവർത്തിക്കുന്നതാണ്, ജനറ്റിക്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സംഭവമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലതും നല്ല സ്വാദോടെ കഴിക്കുന്ന ഭക്ഷണം പല രാജ്യക്കാർക്കും അവർ മയ്യെന്ന് പറയുന്നുണ്ടാവാം ചിലതുകൾ. ഇതെല്ലാം ഞാനതിനെ കാണുന്നത് ഒരു മെൻ്റൽ ബ്ലോക്ക് മാത്രമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഒരു സമൂഹം ഇപ്പോൾ 800 കോടിയിൽ 40 കോടിയോളം പട്ടിയുടെ ഇറച്ചി കഴിക്കുന്നു പറയുന്നു. അത് അവർക്ക് അതിൻ്റെ ചരിത്രവും ഒക്കെ ഉണ്ടാവാം. അവിടെ പലതരത്തിലുള്ള കാരണങ്ങളുണ്ടാവാം. അത് അവരുടെ ചരിത്രവും അവിടുത്തെ യുദ്ധവും എല്ലാം പരിശോധിക്കുമ്പോഴായിരിക്കും നമ്മൾ എന്തുകൊണ്ടാണ് ആ ഒരു രീതിയിലേക്ക് വന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാവും. ഇതൊന്നും നല്ലത് പൊട്ട എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ഏത് സമൂഹത്തെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഭക്ഷണവും കൂടെ അറിയാം. ഭക്ഷണം ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ അത് ചെയ്തത്. പിന്നെ ഇരുളർ സമൂഹം അതിലൊക്കെ ഉപരിയായിട്ട് അവർ കാട്ടിൽ ഉണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ അവരെ നാട്ടിലേക്ക് കൊണ്ടുവരികയും രാജാവിൻ്റെ കിങ്കരന്മാരൊക്കെ ആയിട്ട് പിന്നീട് ഉപയോഗപ്പെടുത്തുകയും പിന്നീട് ഒരു നാട്ടിലല്ലാത്ത അവസ്ഥയാവുകയും പിന്നെ ഒരു ജിപ്സി ഒരു കൾച്ചർ രൂപപ്പെടുകയും. പക്ഷെ ഇപ്പോഴും അവരുടെ സ്ഥിതിക്ക് വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ പടം വിജയിച്ചിട്ട് അവിടെ സ്റ്റാൻലി സാർ അടക്കം കുറേ കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്, മുഖ്യമന്ത്രി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനവിടെ ചെയ്യുമ്പോഴും ഈ വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ അവിടെ ഇഷ്ടികളത്തിലൊക്കെ വർക്ക് ചെയ്യണമെന്നേ അവർക്ക് ഇഷ്ടികളത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് തുച്ഛമായിട്ട് വിലയാണ്. 250 രൂപ മറ്റോ ഒക്കെയാണ് ഞാൻ ഈ പറയുന്ന 3 വർഷം മുമ്പ് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഈ പറയുന്ന ഇവർക്കൊക്കെ കൊടുത്തിട്ട് അതിലും കമ്മീഷനൊക്കെ കൊടുക്കണം. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് മിച്ചം വരുമ്പോഴേ അവർക്ക് കയ്യിൽ അവരിപ്പോഴും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണേ. എന്തിനേറെ പറയണം, നമ്മുടെ ഇവിടെ ഈ പറയുന്ന ഒരു SC സമൂഹത്തിൽ നിന്ന് ഒരു സിവിൽ സർവൻസ് എത്ര പേര് വന്നിട്ടുണ്ട്. ഈ അടുത്തൊരു പെൺകുട്ടി ധന്യൊക്കെ വന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് പ്രശ്നമല്ലേ? ഇതെന്തുകൊണ്ടാണ് നമുക്ക് പ്രശ്നമാവാത്തത്? നമ്മുടെ കൂടെ തന്നെയുള്ള സമൂഹങ്ങൾ അങ്ങനെ മുഖ്യധാരയിലേക്ക് വരുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കത് വളരെ സ്വാഭാവികമായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മുടെ ചിന്താഗതിക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്രാവശ്യം എല്ലാ സമൂഹങ്ങളെയും നമുക്ക്
അപ്പോൾ ഈ 2024 നമ്മളിപ്പോൾ ഒരു ബാച്ച് ഞാൻ വന്നതിന് ശേഷം നമ്മൾ എടുത്തു. അതിൽ ഇപ്പോഴും ST സമൂഹത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഇവിടെ തന്നെ ഇപ്പോൾ കെ.ആർ. നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കെ.ആർ. നാരായണ സാറ് പേരിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആലോചിച്ച് നോക്കണം. അപ്പം നമുക്ക് ഒരേ ഒരു കുട്ടിയൊക്കെയാണ് ഒരു ഷെഡ്യൂൾ ട്രൈബ് സമൂഹത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിരിക്കുന്നത്. നമ്മുടെ പരാജയമാണത്. നമുക്ക് ഇത്രയും 40ഓളം ഗോത്രവർഗ്ഗങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് നമുക്ക് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് അവരുടെ കഥ പറഞ്ഞാൽ ആലോചിച്ച് നോക്കി, എന്തൊരു വ്യത്യാസമായിരിക്കും ഉണ്ടാവുക. ഇപ്പോഴും നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോഴും ഗുഹയിൽ നമ്മുടെ ഒപ്പം കേരളത്തിൽ തന്നെ താമസിക്കുന്ന ഗോത്ര സമൂഹങ്ങളില്ലേ, അവരൊക്കെ കഥ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ എന്തൊരു വെറൈറ്റി ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയുടെ ഒരു ബഹുസ്വരതയാണല്ലോ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സമൂഹത്തിലും നമുക്ക് വേണം. വന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ എന്തോ പ്രശ്നമുണ്ട്, നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുവരണം. കെ.ആർ. നാരായണൻ സാറിൻ്റെ പേരുള്ള ഒരു സ്കൂളാണ്, ഒരു സ്ഥാപനമാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ അനുഭവിച്ച കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊന്നും ഇനിയുള്ളൊരു തലമുറ ആവർത്തിക്കരുത്. ഒരു പ്രത്യേക സമൂഹത്തിലോ അല്ലെങ്കിൽ ജനിച്ചതിൻ്റെ പേരിൽ പിന്നോക്കമാവുന്ന അവസ്ഥ അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങളും ഒക്കെ ഉത്തരവാദിത്വങ്ങളും ഒക്കെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ടാവാനാണ് നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകൾ അതിനായിരിക്കണം. അല്ലെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു കരിയർ ഗ്രോത്ത് മാത്രമായിട്ട് മാറാതെ വെർട്ടിക്കലാവാതെ കുറച്ചുകൂടെ ഹോറിസോണ്ടലായിട്ട് കൂടെയുള്ളവരെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ടൂറിങ് പ്രോഗ്രാമൊക്കെ നന്നായിട്ട് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ വർഷം ഞാനിപ്പോൾ വന്നിട്ടിപ്പോൾ ഒരു വർഷവും 1-2 മാസമായി. ഇപ്പോൾ ഏകദേശം ഒരു 40-50 സ്കൂളുകളും കോളേജുകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു 10,000-1,500 കുട്ടികളോളം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ഥാപനം കാണാൻ ഇവരൊക്കെ മനസ്സിലത് എപ്പോഴെങ്കിലും ഒന്ന് പൊന്തി വരും. അപ്പോൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. പിന്നെ അത് ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമല്ലേ. ക്ലാസ് എടുക്കാൻ വരുന്ന എല്ലാവരും പുറത്തിറങ്ങി നടക്കുമ്പോഴേക്കും അവർ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഭയങ്കര വെറൈറ്റി ഫുഡുകളൊക്കെ കിട്ടും. എല്ലാ തരത്തിലുള്ള വെജും നോൺ വെജും ആയിട്ടുള്ള എല്ലാ ഇതുകളും കിട്ടും. പിന്നെ ഞാൻ പരമാവധി അങ്ങനെ വരുന്ന പ്രധാനപ്പെട്ട ആളുകളൊക്കെ നമ്മൾ ഇവിടുത്തെ ടൂറിങ് വാഗമണ്ണൊക്കെ അടുത്തടുത്താണല്ലോ. അപ്പോൾ ആ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തൊട്ടടുത്തായതുകൊണ്ട് അതും കൂടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇവിടെ പുഴയിൽ കുളിപ്പിക്കാൻ കൊണ്ടുപോകും. അപ്പോൾ അവർക്ക് ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ വീണ്ടും ക്ലാസ് എടുക്കാൻ വരെ നമുക്ക് അങ്ങനെ പൈസ കൊടുക്കാനില്ല. ഇപ്പോൾ FTAയിലൊക്കെ കൊടുക്കുന്നത് നമ്മൾ 7,500 രൂപയോളാണ് ഒരു ദിവസം കൊടുക്കുക. പക്ഷെ നമുക്കത് കൊടുക്കാനില്ല. നമുക്ക് 4,500 രൂപ ആകുമ്പോൾ കൊടുക്കുക. കുറച്ച് കൂട്ടാനൊക്കെ ആയിട്ട് നമ്മൾ ഗവൺമെൻറ് അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവിക്കുന്നു വിചാരിക്കണം. പക്ഷേ നമുക്ക് അവർക്കൊന്നും കൊടുക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇവിടെ വരുന്ന പലരും സാമ്പത്തികം ആഗ്രഹിച്ചിട്ടല്ല വരുന്നത്. അവരുടെ ആ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞു. അവർ കൂടുതൽ ലൈഫിനെ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു ഇതായിട്ട് വരുന്നത്. അപ്പോൾ ഈ വരുന്നവരെല്ലാവരും വീണ്ടും വരുന്നത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടികളെ പഠിപ്പിക്കാനും അവർക്ക് വേറെ നമ്മളോടുള്ള ഒരു പ്രോഗ്രസീവ് സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്കുള്ള വേറെ തരത്തിലുള്ള ഇഷ്ടമുണ്ട് നമ്മളോട്. കാരണം നമ്മൾ പറയുന്ന ഒരു പൊളിറ്റിക്സും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ OTTയിലൊക്കെ ഇപ്പോൾ മലയാള സിനിമയൊക്കെ ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട്. നേരത്തെ കരിയറിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കുന്ന നേരത്ത് നിറത്തിൽ അഭിനയിക്കുന്നു, ശിവത്തിൽ അഭിനയിക്കുന്നു, അങ്ങനെ മലയാളത്തിൽ പ്രധാനപ്പെട്ട സിനിമകളിൽ ഇങ്ങനെ ഭാഗമായി പോയിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് നേരെ പോവാണല്ലോ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്ക് ആക്ടിങ് പഠിക്കാനും. പിന്നെ അവിടെ നിന്ന് MPhil ചെയ്യുന്നു. പിന്നെ അവിടെ നിന്ന് ആക്ടിങ്ങിനെ സീരിയസ് ആക്കി എടുക്കുന്നു, തിയേറ്റേഴ്സിലേക്ക് പോകുന്നു. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഇവിടെ വന്ന് ഒരു സിനിമ ചെയ്യുക, അല്ലെങ്കിൽ പരിചയക്കാരുടെ സിനിമയ്ക്ക് വേണ്ടി ഡബ് ചെയ്യുക. എന്താണ് ആക്ടിങ്ങിനെ ഒരു നടൻ എന്നുള്ള രീതിയിൽ, ഒരു കൊമേഴ്ഷ്യൽ ആക്ടർ എന്നുള്ള രീതിയിൽ കരിയർ ചൂസ് ചെയ്യാതിരുന്നത്? ഞാൻ ആക്ടിങ് എന്നുള്ളതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. തിയേറ്റർ ആയിരുന്നു മാത്രം. ഞാനിപ്പോൾ പോണ്ടിച്ചേരി ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു, പഠിച്ച് ജസ്റ്റ് കഴിഞ്ഞ ഞാൻ ഇവിടെ സ്കൂൾ ഓഫ് ഡ്രാമ ക്രൈസ്റ്റിൽ പഠിച്ചു ഡിഗ്രി. അത് കഴിഞ്ഞ് തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർന്നു. അവിടെ 3-4 വർഷം എടുത്തു. അത് കഴിഞ്ഞ് പോണ്ടിച്ചേരിയിൽ ചെയ്തു. MPhil അവിടെ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പുറത്ത് കിട്ടി. പുറത്ത് ഈ റോയൽ ഷേക്സ്പിയർ കമ്പനി ഒരു സെലക്ഷൻ നടത്തിയിട്ട് 1,000 പേരിൽ നിന്നൊക്കെ ആയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ സെലക്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ പുറത്തായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇവിടെ കൂടുതൽ ഷോ ചെയ്തിരിക്കുന്നത് ഞാൻ UK-യിലാണ്. ഏകദേശം 200ഓളം ഷോസ് അവിടെ തന്നെ ചെയ്തു. പിന്നെ US, കാനഡ, ഇറ്റലി, ജപ്പാൻ, ചൈന, അങ്ങനെ 400ഓളം ഷോസ് ഇങ്ങനെ നടന്ന് ചെയ്യുമായിരുന്നു. എന്നിട്ട് തിരിച്ചു വന്ന് തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ തന്നെ അധ്യാപകനായിട്ടൊരു 3 വർഷം വർക്ക് ചെയ്തു. അപ്പോഴേക്കും ഇവിടെ പൂനെ വിളിച്ചു. അപ്പോൾ 14 തൊട്ട് പിന്നെ പൂനെയിൽ 10 വർഷം അവിടെയായി. അപ്പോൾ നമ്മൾ ഇതിനിടയിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ പോയി ചെയ്യുന്നല്ലാണ്ട് അങ്ങോട്ട് പോയി ചോദിക്കാനുള്ള ഒരു സമയമോ സന്ദർഭമോ മാനസികാവസ്ഥയോ ഇല്ല. അതിൻ്റെയൊക്കെ ഒരു ചമ്മലുണ്ട്. നമ്മൾ അറിയാത്തരടുത്തൊക്കെ പോയിട്ട് റോൾ ചോദിക്കാനൊക്കെയുള്ള ചമ്മൽ ഇപ്പോഴും മാറിയിട്ടില്ല. എന്തൊക്കെ പറയുമ്പോഴും നമ്മുടെ കുറേ പരിമിതികൾ ഉണ്ടാവുമല്ലോ. അപ്പം പക്ഷെ നമ്മുടെ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ അങ്ങനെ പോകുന്നു ചെയ്യുന്നു അല്ലാതെ ഞാൻ അങ്ങനെ ഇപ്പം ഈ ടീച്ചിങ് എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഇന്ത്യയെ പോലുള്ളൊരു സ്റ്റേറ്റിലെ നമുക്ക് എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ അത്
പകരാതിരിക്കുന്നത് കുറ്റകൃത്യമാണ് എന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. അപ്പോൾ പ്രത്യേകിച്ച് അപ്പോൾ അങ്ങനത്തെ ഒരു കുറച്ച് നമുക്കിപ്പോൾ കുറേ രാജ്യങ്ങളും അങ്ങനെയൊക്കെ നമുക്ക് ആകുമ്പോഴേ പിന്നെ നമുക്ക് തോന്നുക ഇതൊക്കെ ഒന്ന് പകർന്നു കൊടുക്കുക എന്നുള്ളൊരു മാനസികാവസ്ഥയായിരിക്കും വരിക എന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് പിന്നെ ഈ ഒരു മേഖലയിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോഴും ആക്ടിങ് താല്പര്യമാണ്, ഞാൻ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. മറ്റന്നാൾ ഞാൻ പോകുന്നുണ്ട്, മസ്കറ്റിൽ പോകും. അവിടെ ഒരു മിനിസ്ട്രി ഓഫ് കൾച്ചർ ആൻഡ് യൂത്തിന് അവർ ഒരു ആന്തോളജി ചെയ്യുക. അപ്പോൾ സുധ രാധികാഷ അപ്പോൾ അവർ ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറച്ച് ആക്ടേഴ്സിനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അവിടുത്തെ മലയാളീസും ഉണ്ടായിരിക്കും, ഒമാനീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരെ സെലക്ട് ചെയ്യണം. പിന്നെ അവിടെ നേരെ 22 ഞാൻ MIT പോകും. MIT കോളേജിൽ പൂനെയിലുണ്ട്. അവിടുത്തെ കുട്ടികളുടെ ഡിപ്ലോമ ഫിലിമുണ്ട്. അപ്പോൾ അതിൽ ഒരു ലീഡ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഒരു 30 മിനിറ്റിൻ്റെ ഒരു ഫിലിമാണ്. പക്ഷേ എനിക്കത് ഷോർട്ടാണോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഒരു സിനിമയാവാം, അതിനിപ്പോൾ കമേഴ്സ്യലെന്നോ ആർട്ടെന്നോ ഒന്നും വേർതിരിക്കാറൊന്നുമില്ല. ഒരു നല്ലൊരു ഗ്രൂപ്പാണ്, അവർക്കൊരു കാര്യം പറയാനുണ്ട്. അതിപ്പോൾ ചെറിയ സിനിമയാവാം, വലിയ സിനിമയാവാം, ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. പിന്നെ നമുക്ക് ജീവിക്കാനുള്ളൊരു പൈസ ഇങ്ങനെ കിട്ടുന്നുണ്ട്, ഗവൺമെൻറ് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ ഇങ്ങനെ വലിയൊരു പൈസ സമ്പാദിക്കുക അങ്ങനെ വലിയ വലിയ ഡ്രീമുകളൊന്നുമില്ല. കുറച്ച് കാര്യങ്ങളുണ്ട്, ഡ്രീമുകളുണ്ട്. PhD ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിനൊരു സമയം കണ്ടെത്താൻ പറ്റുന്നില്ല. കാലത്ത് ഒരു 9 തൊട്ട് വൈകിട്ട് ഒരു 9-9:30 വരെയൊക്കെ ഓഫീസ് ഈ വർക്കുകളൊക്കെ തന്നെയാണ് ക്യാമ്പസിലൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ സൗത്ത് അമേരിക്കയിൽ ഞാൻ പെർഫോം ചെയ്തിട്ടില്ല, പിന്നെ ആഫ്രിക്കയിൽ ചെയ്തിട്ടില്ല, അന്റാർട്ടിക്കയിൽ ചെയ്തിട്ടില്ല. ഈ കോണ്ടിനെൻ്റാണ് ഞാനിപ്പോൾ കവർ ചെയ്യാത്തത്. അപ്പോൾ എനിക്ക് അവിടെയും കൂടി ഒന്ന് കവർ ചെയ്യണമെന്നുണ്ട്, ഒരു 1 man ഷോ ആയിട്ട് പോയിട്ട്. അപ്പം അങ്ങനൊരു പ്ലാനുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ശ്രമം പാരലൽ നടക്കുന്നു, PhDയുടെ ശ്രമം നടക്കുന്നു. പലപ്പോഴും ജിജോയുടെ പേരും ഫിലിമോഗ്രഫിയും ഒക്കെ ആയിട്ട് ചേർത്ത് വെക്കുമ്പോൾ പറയുന്ന ഒരു വലിയ പേര് ടൊവിനോ തോമസിൻ്റെതാണ്. അപ്പൊ ടൊവിനോ തോമസിന്റെ ആദ്യ സിനിമയിലെ പ്രധാന കഥാപാത്രം ചെയ്യുന്നത് ജിജോയാണ്. ടൊവിനോന് ആ സമയത്ത് ഒരു മെന്റർഷിപ്പ് കൊടുത്തിരുന്നു എന്നുള്ള രീതിയിലൊക്കെ. ഈ പ്രഭുവിന്റെ മക്കളിൽ തന്നെ അയാളിൽ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടർ ഉണ്ട് എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് പ്രഭുവിന്റെ മക്കളിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഞാനായിരുന്നു. ആദ്യ സിനിമ ഇതാണല്ലോ, പ്രഭുവിന്റെ മക്കളാണ്. അപ്പൊ ഞങ്ങൾ അവിടെ ഒരു ചെറിയൊരു ജിംനേഷ്യം ഉണ്ട്, ഹെർക്കുലീസ് എന്നാണ് അതിന്റെ പേര്. അത് ഭയങ്കര രസമാണ്. ആ ഹെർക്കുലീസ് ജിംനേഷ്യം ഇപ്പോൾ ഏകദേശം ഒരു 50 വർഷമെങ്കിലും പഴക്കമുള്ള ജിംനേഷ്യം. അവിടുത്തെ ഒരു പഴയ ഒരു അരവിന്ദാക്ഷൻ മാഷ് ഹിന്ദി ടീച്ചർ, അദ്ദേഹം തുടങ്ങി വെച്ചതാണ്. അത് അദ്ദേഹത്തിൻ്റെ മകൻ രഞ്ജിത്ത് ഏറ്റെടുത്തു. അവിടെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ രഞ്ജിത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും ഒരു 50 രൂപയ്ക്കാണ് അന്ന് ഇന്നും ഒരു പക്ഷേ അത് 70 100 ആയിട്ടുണ്ടാവുള്ളൂ. അയാൾ പൈസ പോലും കൂട്ടില്ല. അയാൾ പറയുന്നത് അത് കൂട്ടിയാൽ പോലും താങ്ങാൻ പറ്റാത്ത ആളുകളുണ്ടെന്ന് പറയാം. അത്രയും വളരെ സാധാരണക്കാരെ എയിം ചെയ്തിട്ട് നിൽക്കുന്ന ഒരു ജിംനേഷ്യമാണ്. അവിടെയാണ് ഞാനും ടൊവിനോയും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ടൊവിനോ അപ്പോൾ പഠിക്കുകയായിരുന്നു, എൻ്റെ ഓർമ്മയിൽ കോയമ്പത്തൂർ പഠിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഏട്ടാ എനിക്ക് ഇങ്ങനെ ഒരു താല്പര്യമുണ്ട് എന്നതാണ്. അപ്പോൾ ഞാൻ നോട്ട് ചെയ്തിരുന്നു, കാരണം അയാൾ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, ഗുഡ് ലുക്കിംഗ് ആണ്. പിന്നെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. അപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ അദ്ദേഹം നാടകം കാണാൻ വരുമായിരുന്നു. അപ്പോഴാണ് ഈ പ്രഭുവിൻ്റെ മക്കൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ടൊവിനോ ഇങ്ങനെ ഒരു ഫിലിം ഉണ്ടോ, നീ ഒന്ന് വരാമോ, ഞാൻ ഡയറക്ടർ. അപ്പോൾ ഞാൻ സജീവൻ അന്തിക്കാടാണ് എൻ്റെ പ്രഭുവിൻ്റെ മക്കളുടെ സ്ക്രിപ്റ്റും ഡയറക്ഷനും പ്രൊഡക്ഷനും പ്രൊഡ്യൂസറും അദ്ദേഹം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സജീവേട്ടൻ ഇങ്ങനെ ഒരു കക്ഷിയുണ്ട്, ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ, ലീഡ് ക്യാരക്ടറാണ്. അപ്പോൾ സജീവേട്ടൻ വരാൻ പറഞ്ഞു. അദ്ദേഹത്തെ കണ്ടു, ഇഷ്ടമായി. കുറച്ച് ഡയലോഗ്സുകൾ നമ്മളിങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഭയങ്കര സാഹിത്യ പ്രധാനി ആയിട്ടുള്ള ഡയലോഗ്സുകളായിരുന്നു. അപ്പോൾ ആ സമയത്ത് ടൊവിനോയ്ക്ക് ഒരു തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. അയാൾക്ക് എഞ്ചിനീയറിംഗ് അല്ലേ അദ്ദേഹം പഠിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് ചില ഡയലോഗ്സുകളിലുള്ള ചില ഇതുകൾ കണ്ടപ്പോൾ പുള്ളി ഒരു ട്രെയിനിങ് നമുക്ക് കൊടുക്കാമെന്ന് വെച്ചിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ട്രെയിനിങ്ങിലേക്ക് പോയി. പിന്നെ ഇടയ്ക്ക് നമ്മൾ കുളൂർ സാറിനൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. ബാര വന്നിരുന്നു, പ്രകാശ് ബാര. അങ്ങനെ അപ്പോഴേക്കും എന്ത് സംഭവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വിനയ് ഫോർട്ട് ആ സമയത്താണ് ഷട്ടർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഷട്ടർ ചെയ്യുമ്പോൾ മഞ്ജുലാൽ അതിൻ്റെ അസോസിയേറ്റ് ക്യാമറമാനായിരുന്നു അതിൻ്റെയും. അപ്പോൾ മഞ്ജു പറഞ്ഞു, നോക്കൂ ഇങ്ങനെ ഒരു വിനയ് ഫോർട്ട് ഇങ്ങനെ ഒരു ആക്ടറുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞതാണ്, അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് കൂടെ ഈ സെയിം ക്യാരക്ടർ ഒന്ന് ചെക്ക് ചെയ്താലോ എന്ന് വെച്ചാൽ. അപ്പോൾ വിനയനെ ചെയ്തപ്പോൾ സജീവേട്ടന് വിനയ്ക്ക് ഈ ഒരു പ്രാക്ടീസ് കിട്ടിയോണ്ട് വിനയ് കുറച്ചുകൂടെ നന്നായിട്ട് ഡയലോഗ് ഡെലിവറിയുടെ കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ ഇദ്ദേഹത്തെ വിനയനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അതിൽ വേറൊരു നല്ലൊരു ക്യാരക്ടറുണ്ട്, ഒരു ചെഗുവേരയുടെ ക്യാരക്ടറായിരുന്നു, അത് ചെയ്യുന്ന ക്യാരക്ടറായിരുന്നു. അപ്പോൾ അത് അദ്ദേഹം ചെയ്യിപ്പിക്കാമെന്ന് വെച്ചു. അപ്പോൾ പക്ഷെ അദ്ദേഹത്തിന് അത് ഓക്കെ ആയിരുന്നു. ടൊവിനോ വന്നിട്ട് അത് ചെയ്തു, നന്നായിട്ട് വന്നിരുന്നു. അത് ഫിലിം കണ്ടറിയാം. പിന്നെ പുള്ളിയുടെ സ്വപ്രയത്നം കൊണ്ടാണ് പുള്ളി ഈ പൊസിഷനിലൊക്കെ എത്തിയത്. ABCD ചെയ്യുമ്പോഴും എൻ്റെ മാർട്ടിൻ പറഞ്ഞിരുന്നു, അവിടെ അങ്ങനെ ടൊവിനോനെ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അല്ല, അതിലൊന്നും ഒരു ക്രെഡിറ്റ് അതിലൊന്നും താല്പര്യമില്ല. ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് മാത്രം ഉയർന്നു വന്ന ഒരാളാണ്.
അപ്പോൾ ഈ അടുത്ത് വന്നിരുന്നു ഇവിടെ ടൊവിനോ ഇവിടെ വന്നിരുന്നു. ടൊവിനോ, മഞ്ജു, ജോജു ജോർജും ആഷിഖും എല്ലാവരും വന്നിരുന്നു, കുറേ പേര്. ഇപ്പം എല്ലാവരും വരുന്നുണ്ട്, സിനിമയിലെ കുറേ പേര് ഇവിടെ വരുന്നുണ്ട്. നമ്മളത് കുറച്ചുകൂടെ ഒരു രസമാക്കണം അത്. കാരണം ജനം അറിയണമെന്നേ, ഞാൻ പറയുന്നത് സാധാരണക്കാര കൂടെ ആയിട്ടുള്ള ജനങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിന് അതിൻ്റെ ഒരു ലക്ഷ്യം ഫുൾഫില്ല് ചെയ്യാൻ നടക്കുള്ളൂ. അത് സംഭവിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ജിജോ തന്നെ ഭാഗമായിട്ടുണ്ടായിരുന്ന പണ്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഡിസംബർ എന്നുള്ള സിനിമ. അപ്പൊ ആ സിനിമയിലെ ജിജോ ചെയ്തിട്ടുള്ള ഒരു സീൻ ഭയങ്കരമായിട്ട് ആളുകൾ റോസ്റ്റ് ചെയ്യുകയും അത് ഒരുപാട് ഉപയോഗിക്കുകയും അതിന്റെ സ്റ്റിക്കറുകൾ ഒരുപാട് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. തമാശക്കെങ്കിലും അങ്ങനത്തെ റോസ്റ്റ് വീഡിയോസ് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കതൊക്കെ ഒരു രസമായിട്ട് ഞാൻ കാണുള്ളൂ. കാരണം ഒന്ന്, അതൊരു ഭയങ്കര ഒരു ട്രാജിക് സംഭവമാണ് എന്നെ സംബന്ധിച്ച് ഡിസംബർ എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ അതൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഈ നമ്മളീ പറഞ്ഞ ദിവസത്തേക്കാളും ഒരുപാട് ദിവസങ്ങൾ നീണ്ടുപോവുക. അവർ ഒട്ടും ഫിനാൻഷ്യലായിട്ടൊന്നും നമ്മളെ ട്രീറ്റ് ചെയ്യാതിരിക്കുക. ആ സമയത്ത് ഞാൻ പോണ്ടിച്ചേരി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പോണ്ടിച്ചേരി എന്നൊക്കെയാണ് നമ്മൾ എക്സാമൊക്കെ എഴുതി ഫിനിഷ് ചെയ്തിട്ട് ഓടി വന്നിട്ടൊക്കെയാണ് നമ്മൾ ആക്ട് ചെയ്യുന്നതൊക്കെ. ആ സമയത്ത് അത്രയും എനിക്ക് ആ സമയത്തൊരു ഭയങ്കര ഭ്രാന്തായിരുന്നു നമുക്ക് ആക്ടിങ് എന്ന് പറയുന്നത്. അത് മൊത്തം സ്ക്രിപ്റ്റ് പഠിച്ചു വയ്ക്കുക, അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് നമ്മൾ അത്രയും ആത്മാർത്ഥം കാണിക്കുക എന്നുള്ളത് മനസ്സിലായത്. നമ്മൾ ഈ തിയേറ്ററിൽ നിന്നൊക്കെ വന്നിട്ടേ നമ്മൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക്, എപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അപ്പോഴൊക്കെ നമ്മളൊക്കെ വിഡ്രോ ചെയ്തപ്പോൾ പിന്നെ അവർ നമ്മളെ ഡബ്ബിങ് വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, കാരണം പൈസ കൊടുക്കണ്ടേ അല്ലെങ്കിൽ. അങ്ങനെയൊക്കെ വന്നിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര ഈ പ്രൊഫഷണലിസം ഇല്ലായ്മയുടെ ഒരു ഉദാഹരണം കൂടിയാണ്. അല്ല, അതിൽ പ്രശാന്താ ചെയ്തിരിക്കുന്നത് എൻ്റെ വോയിസ്. പ്രശാന്ത് പറഞ്ഞിരുന്നു, എടാ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്, ഞാൻ ഡബ് ചെയ്തോട്ടെ. കാരണം അവർക്കൊരു ഇതല്ല, ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല. പക്ഷെ എനിക്കിപ്പോൾ എൻ്റെ ബോഡിയിൽ വേറെ വോയിസ് കയറുന്നത് എനിക്ക് സങ്കല്പിക്കാനേ പറ്റില്ല. കാര്യം നമ്മുടെ വോയിസും കൂടിയാണല്ലോ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ തോട്ട് പ്രോസസ്സ്, ഇതൊക്കെ വോയിസിൽ കൂടിയല്ലേ. ബോഡി, മൈൻഡ്, വോയിസ്, ഇതല്ലേ ബേസിക് ടൂൾസ് എന്ന് പറയുന്നത് ഓഫ് ആൻ ആക്ടർ. അപ്പോൾ അത് വേറൊരാൾ ചെയ്യുന്നത് നമുക്ക് സങ്കല്പിക്കാനേ പറ്റില്ല. പക്ഷേ ഇവർ നമ്മളെ വിളിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഈ സാമ്പത്തികം ഒഴിവാക്കാനൊക്കെയാണ്. ഞാൻ പറഞ്ഞത് ഈ പ്രൊഫഷണലിസം ഇല്ലായ്മ ഇപ്പോഴും ഉണ്ട് പ്രശ്നം. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയുടെ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ കണ്ടില്ലേ, അതായത് AD അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിനൊക്കെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഇൻഡസ്ട്രി, വളരെ കറക്റ്റാണെന്നേ. അതായത് 2-3 മാസം ഒക്കെ വർക്ക് ചെയ്തിട്ട് 10 പൈസ കൊടുക്കാണ്ട് വിടുന്ന എത്രയോ സന്ദർഭങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ശിവത്തിൻ്റെ കാര്യം പറഞ്ഞു. ഈ ശിവത്തിന് മുമ്പ് എന്നെ ഡയൽ 100 എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റിലായിരുന്നു എന്നെ ആദ്യം സെലക്ട് ചെയ്തത്. ഈ പറയുന്ന ആ പ്രോജക്റ്റ് നടക്കാണ്ടായപ്പോഴാണ്, അതൊരു 40,000 പേരാണ് അന്ന് അപ്ലൈ ചെയ്തതെന്നാണ് അതിൻ്റെ അസോസിയേറ്റ് ദീപൻ ചേട്ടൻ മരിച്ചുപോയി, ദീപൻ ചേട്ടൻ പറഞ്ഞത്. ആ പ്രോജക്റ്റ് ആകെ ആദ്യത്തെ ഡിജിറ്റൽ ഫിലിം ഉണ്ടാക്കുക എന്നുള്ള പരസ്യത്തോടു കൂടിയിട്ടാണ് എല്ലാവരും വന്നിട്ട് ഇൻ്റർവ്യൂ, ഷായു സാറാണെങ്കിലും ബിജു മേനോൻ അവരൊക്കെ വന്നിട്ട് ഒരു ഇത് കൊടുത്ത TV പറഞ്ഞിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞ് കേരളത്തിലെ ആദ്യത്തെ ഒരു ബിഗ്ഗസ്റ്റ് ഓഡീഷനായിരുന്നു അത്. ഈ 40,000 പേര് അവർ സെലക്ട് ചെയ്തിട്ട് ഏകദേശം 500 പേരോളം അവർ ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് തിരുവനന്തപുരത്ത് വിളിച്ചിട്ട് 2 റൂമുകളിലായിട്ട് 10ഓളം ഡയറക്ടേഴ്സ്, 10 ഡയറക്ടർ, രാജീവ് അഞ്ചൽ, രാജീവ് മേനോൻ, ഷാജി കൈലാസ്, അങ്ങനെയുള്ള അന്നത്തെ മെയിൻ സ്ട്രീമിലുള്ള ആളുകളൊക്കെ വന്നിട്ട് ചെയ്തിട്ടാണ്. എന്നിട്ട് അതിൽ നിന്ന് 8 ആക്ടേഴ്സിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിൽ ഒന്നാമനായിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തതാണ് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ അത് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവർ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്തു. കാരണം അന്നും ഫിലിമിൽ തന്നെ ഷൂട്ട് ചെയ്യണം, പിന്നെ അത് ഡിജിറ്റൈസ് ചെയ്യണം. അപ്പോൾ ഏകദേശം സെയിം വില തന്നെയാണ് വരുന്നത്. അന്നത്തെ ടെക്നോളജി ഇത്ര ഡെവലപ്ഡ് ആയിട്ടുള്ളത്. എന്നിട്ട് ആ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത പ്രോജക്റ്റിലേക്ക് ശിവം വന്നപ്പോഴാണ് ഇതിൽ ഫസ്റ്റ് കിട്ടി എന്നുള്ള നിലയ്ക്ക് എന്നെ വിളിക്കുന്നത്. പക്ഷേ അതൊക്കെ എന്താ പറയുക, അതൊക്കെ വളരെ മോശം ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളത് പോകാനൊക്കെ ഉള്ളൊരു കാരണം, ഈ സിനിമയൊക്കെ വെറുത്തു പോകാനുള്ള ഒരു കാരണമൊക്കെ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കഥകളുണ്ട്. പിന്നെ ഒന്നും എന്താ പറയുക, നമുക്ക് നമ്മൾ റിവീൽ ചെയ്യാണ്ടിരിക്കുന്നതാണ്. പിന്നെ പലരും ആരും വേദനിപ്പിക്കേണ്ട വെച്ചിട്ട് നമുക്കൊന്നും പരാതികളും ഇതൊക്കെ വെച്ചിട്ട്. പക്ഷേ ഞാനിത് പറയുന്നത് ഇതൊന്നും ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല. ഞാനത് പറയുന്നത് ഇത് ഒരു സിസ്റ്റം കറക്റ്റ് ആവാതെ കുഴപ്പമാണ്. ഈ സിസ്റ്റം കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പറ്റും. ആ സിസ്റ്റം വന്നാൽ മാത്രമേ ഇപ്പോഴും ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ പറയുന്ന ADകൾക്ക് നമുക്ക് എന്താ പറയാനുള്ളത്? നോക്കൂ, അയാളൊരു മനുഷ്യല്ലേ. നിങ്ങളിവിടെ വിളിക്കുന്ന ഈ ലേബർ വർക്കിന് പോലും നിങ്ങൾ ഇപ്പോൾ ഒരു മിനിമം, നിങ്ങൾ ഇപ്പോൾ കാർഷിക മേഖലയിൽ നമ്മളല്ലേ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിലും കേരളത്തിലെ എല്ലാ സ്റ്റേറ്റിനും കമ്പയർ ചെയ്യുമ്പോൾ നമ്മളല്ലേ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് നമുക്കത് ഈ സിനിമ മേഖലയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല?
ഒന്ന് നിങ്ങൾ കൂട്ടി നോക്കിയോളൂ, നിങ്ങൾ ഈ പറയുന്ന ഒരു 200 രൂപ പോലും നിങ്ങൾ കൊടുക്കുന്നുണ്ടാവില്ല ഇവിടുത്തെ ആളുകൾ. ഇത് വാസ്തവമാണ്. ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ അല്ലെങ്കിൽ എല്ലാ സംഘടനകളും ചോദിച്ചു നോക്കൂ, ഇത് വാസ്തവമാണ്. ഇതെങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, മനസ്സിലായോ? അല്ലെങ്കിൽ ആക്ടിങ് ഈ പറയുന്ന ഒരുപക്ഷെ ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആ ടെർമിനോളജിയോടൊക്കെ എനിക്ക് പ്രശ്നമുണ്ട്, പൊളിറ്റിക്കലി അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് അങ്ങനെ പറയാം. അപ്പോൾ അവരൊക്കെ അവർക്കൊരു പക്ഷേ കുറച്ചും കൂടി ട്രീറ്റ് ചെയ്യും, കാരണം അവർക്ക് സംഘടനകളുണ്ട്. മറ്റേതിൽ വളരെ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്യുന്ന അത്യാവശ്യം ഡയലോഗ്സുകളൊക്കെ ഉള്ള ആളുകൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഒന്ന് അന്വേഷിച്ച് നോക്കൂ. മോശമാണ് അത്. ഇപ്പം ഈ സ്ത്രീ സമൂഹത്തിന് മാത്രം പ്രശ്നമല്ല, അത് ജെൻഡറിനൊക്കെ ഉപരിയായിട്ടുള്ള ഈ പറയുന്ന പ്രൊഫഷണലിസം ഇല്ലായ്മ തന്നെയാണ്. അത് കൃത്യമായിട്ട് എഗ്രിമെൻ്റ് ചെയ്യാനും ഒക്കെ എത്ര പേര് തയ്യാറാവുന്നുണ്ട്, അത് സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പാക്കാൻ എത്ര പേര് ചെയ്യാറാണ്. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ ഇപ്പോഴും ഒരു സിനിമേനെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കാണുക, അല്ലെങ്കിൽ ഈ സിനിമ വെച്ച് അടുത്ത സിനിമ ചെയ്യാമെന്ന് വെച്ചിട്ട് 1 രൂപ പോലും കിട്ടാതെയും വാങ്ങാതെയുമാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതെങ്ങനെ സംഭവിക്കുന്നു, അതെങ്ങനെയാണ് പറ്റുക? നിങ്ങളൊരു മനുഷ്യൻ്റെ ഒരു സമയവും അയാളുടെ ഊർജവും അയാളുടെ ചിന്തയും ഇതെല്ലാം നിങ്ങൾ ഉപയോഗപ്പെടുത്തല്ലേ? നമുക്ക് അതിനത്രയും നമുക്ക് നിസ്സാരമായിട്ട് നമുക്ക് പറ്റില്ല എന്നേ. കാര്യം പലപ്പോഴും അങ്ങനെ നമുക്ക് തീരെ ഒരു ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾ അതിനെ ആ രീതിയിൽ നിങ്ങൾ കാണുന്നുണ്ടോ? പലപ്പോഴും ആ രീതിയിൽ ഒന്നും അല്ല പറയുന്നത്. ഇൻവൈറ്റ് ചെയ്യുമ്പോഴും പലപ്പോഴും അതൊന്നും അങ്ങനെയല്ല. ഇതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. ഇപ്പോൾ നമ്മളിരുന്ന് സംസാരിക്കുന്ന KR നിവാസയുടെ ഈ ഒരു ക്യാമ്പസിൽ വലിയ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് അരങ്ങേറിയത്. ശരിക്കും അന്ന് ഇതിൻ്റെ ചെയർമാനായിട്ടുണ്ടായിരുന്ന അടൂർ ഗോപാലകൃഷ്ണനും അല്ലെങ്കിൽ അന്ന് ഇവിടുത്തെ ഡയറക്ടറായിട്ടുണ്ടായിരുന്ന മോഹനും, ഇവർ രണ്ടുപേരൊക്കെ എടുത്തിരുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, കുട്ടികൾ പറഞ്ഞതിന് പൂർണ്ണമായി എതിർത്തും തള്ളിക്കൊണ്ടുമൊക്കെ, അതിന് പിന്നീട് എടുത്തൊരു പുനഃപരിശോധന നടത്താനോ അല്ലെങ്കിൽ അന്ന് ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഒരു സിനിമാ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അഭിനയ മോഹി അല്ലെങ്കിൽ അഭിനയ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാനോ ഒക്കെ അന്ന് ജിജോ ശ്രമിച്ചിരുന്നോ? ഞാനപ്പോൾ പൂനെയിൽ FTIയിൽ ഞാൻ ആ സമയത്ത് അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഡീനും കൂടിയാണ് ആ സമയത്ത് അവിടെ. എനിക്ക് തിരിഞ്ഞു നോക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് എന്ന് മാത്രം ഞാൻ അറിയുകയും എൻ്റെ അടുത്ത് ചില ഫ്രണ്ട്സുകൾ ഇങ്ങനെ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട്, ഈ രീതിയിലാണ്, ഇത്തരം പോയിന്റുകളാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അതൊഴിച്ചാൽ ഞാനൊരു കമൻറ്റ് പറയാനോ അങ്ങനെയോ, കാരണം ഞാൻ അത്രയും തിരക്കിലായിരുന്നു അവിടെ. നമുക്ക് അത്രയും വർക്ക് അവിടെയുണ്ട്. അത് ഇവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഞാൻ ആ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എൻ്റെ ജോലി ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്. ഞാൻ സോഷ്യൽ മീഡിയയിലുമൊക്കെ വളരെ വളരെ കുറവായിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. കാരണം നമുക്ക് ശ്രദ്ധ കിട്ടില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കമൻറ്റ് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് തിരിച്ചുള്ളൊരു കമൻറ്റ് വരും. പിന്നെ നമ്മൾ അതിന് മറുപടി പറയാൻ നിൽക്കണം. നമുക്ക് അതിനുള്ള സമയമില്ലാത്ത തന്നെയാണ് പ്രശ്നം. പക്ഷേ ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം ഒരു വ്യക്തികൾ എന്നതിലുപരിയായിട്ട് സിസ്റ്റം തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട കുറേ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളിപ്പോൾ ഇവിടെ ജാതീയത നമ്മൾ ആരോപിക്കുകയും അത്തരം ആരോപണങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ അറിഞ്ഞ വിഷയങ്ങളാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നു, ഇവിടെ നമ്മളിപ്പോൾ പുരോഗമന പ്രസ്ഥാനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ വ്യക്തികളായിക്കോട്ടെ, എത്ര പേര് ഈ പറയുന്ന റിസർവേഷൻ സമൂഹത്തിലോ അല്ലെങ്കിൽ ആ ഒരു സീറ്റിലല്ലാതെ നിങ്ങൾ എത്ര പേർക്ക് അവിടെ ഒരു പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട്? ഏത് രാഷ്ട്രീയ പാർട്ടികളൊക്കെ എടുത്ത് നോക്കൂ. ഇത്തരം കഴിവുള്ളവരുണ്ടായിട്ട് നമ്മൾ എത്ര പേരെ ഇതെല്ലാം നമ്മുടെ നമ്മളിപ്പോൾ കറുപ്പ് അല്ലെങ്കിൽ ദളിത് രാഷ്ട്രീയം, ഇതിനൊക്കെ നമ്മൾ എത്രത്തോളം നമ്മൾ ഡീപ്പായിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട്? നമുക്കിപ്പോഴും നമ്മൾ അത്തരം പുരാണിക് ഇതിൽ നിന്നും നമുക്ക് മോചനം ഉണ്ടായിട്ടില്ല എന്നേ. നമ്മൾ പൂർണ്ണമായിട്ടൊന്നും, കുറച്ച് ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടില്ല എന്നല്ല ഞാൻ പറയണേ. പക്ഷേ നമുക്കൊക്കെ ഇപ്പോഴും നമ്മൾ എത്ര പേര്, നമ്മളൊക്കെ 2 മുഖമുള്ള ആളുകൾ തന്നെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒരു എല്ലാ ജാതി മത സമൂഹത്തിലുള്ള ആളുകൾ ഉള്ളപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മതസൗഹാർദ്ദം പറയുകയും എൻ്റെ ജാതി മത സമൂഹത്തിലുള്ള ആളുകളാണ് എന്ന് ഉറപ്പാക്കിയ ശേഷം വർഗീയത പറയുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ഭൂരിഭാഗവും, നമ്മളെല്ലാവരും ഞാൻ പറയുന്നില്ല, ഭൂരിഭാഗവും ഞാൻ പറയാം. ഇത് എന്നാണ് നമ്മൾ മാറുക? എന്നാണ് നമുക്ക് ഒരേപോലെ നമുക്ക് എല്ലാവരുടെ അടുത്തും സംസാരിക്കാൻ പറ്റുക? എന്നാണ് നമുക്ക് ഒരു മനുഷ്യനെ ഹോമോ സാപ്പിയൻ മാത്രമായിട്ട് കാണാൻ പറ്റുക? ഇത്തരം മത ജാതി സ്വത്വബോധങ്ങൾ വേണോ നിങ്ങൾക്ക് ജീവിക്കാൻ? നിങ്ങൾക്കൊരു ജീവിയായ പോലും അതിനൊരു പ്രാധാന്യം കൊടുത്തുകൂടെ? അങ്ങനെയൊക്കെ ഞാൻ ശ്രമിക്കുന്നു. ഞാനും പൂർണ്ണമായിട്ട് മാറിയെന്നൊന്നും ഒരു അവകാശവാദങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു യുക്തിബോധത്തോടുകൂടി എങ്ങനെയാണ് ചിന്തിക്കാൻ പറ്റുക? അങ്ങനെ ശ്രമിക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോഴും
എന്താ പറയുക, മനുഷ്യനൊക്കെ ആത്യന്തികമായിട്ട് നമ്മൾ വികാരജീവിയാന്ന് പറയുന്നില്ലേ, അത് ഒരു വാസ്തവമാണ്. ജനറ്റിക്സും ഒക്കെ അതാണ് നമ്മളെ കുറേ പഠിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ റാഷണൽ ആവേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രിയിലാണ്. നമുക്ക് ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചിട്ടും എല്ലാം നമുക്കൊരു അവയർനെസ് ഉണ്ട്. അത് നമ്മൾക്ക് പുറകോട്ട് നമ്മൾ പോകാൻ പാടില്ല എന്ന് യൂ ടേൺ എടുത്തിട്ട് നമ്മൾ അത്തരം നമുക്ക് എന്താ പറയുക സതി വരെ നടപ്പിലാക്കിയിരുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ അത് വളരെ ആത്മാർത്ഥമായിട്ട് അവർ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. അവർ വിചാരിച്ചിരുന്നില്ല ഇത് അന്ധവിശ്വാസമാണെന്ന്. ഇപ്പോൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്കാണ് മനസ്സിലാവുന്നത് അന്ധവിശ്വാസം. ഇതുകൊണ്ടിരുന്ന ആളുകൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് നമ്മൾ സഞ്ചരിച്ച് ഇവിടം വരെ എത്തിയത്. അപ്പോൾ ഇനി ഉള്ളൊരു തിരിച്ചുപോക്കല്ല വേണ്ടതെന്നും കുറച്ചും കൂടെ ഗൗരവമായിട്ടൊക്കെ പോകണം നമ്മൾ തന്നെ മനസ്സിലാക്കണമേ. അത് ഞാൻ പറഞ്ഞു, അത് സിസ്റ്റത്തിൽ കുറച്ചുകൂടെ കൊണ്ടുവരണം. ഇപ്പൊ ഈ എഴുത്തിലൊക്കെ വരുന്ന ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ടല്ലോ, അത് ശരിക്കും സ്വാഗതാർഹം ആണോ, അല്ലെങ്കിൽ എത്രമാത്രം പ്രതീക്ഷ ഉണ്ടാക്കുന്നതാണ്? ഇപ്പൊ തമാശ പറയുമ്പോഴായാലും ബോഡി ഷേമിങ് തമാശ പാടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉത്തരവാദിത്തത്തോട് എഴുതണം, തമാശ പറയാൻ, സംഭാഷണങ്ങൾ എഴുതാൻ എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ എഴുത്ത് രീതിയിലും കാഴ്ചശീലങ്ങളിലൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടല്ലോ. അത് എത്രമാത്രം പ്രതീക്ഷ ഉണ്ടാക്കുന്നതാണ്? അത് നല്ല കാര്യമാണ്. കാര്യം നമ്മളിപ്പോൾ ഒരു കാഴ്ചയ്ക്ക് ഒരു പരിമിതിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം തന്നെയാണ് പറയേണ്ടത് അദ്ദേഹത്തിന് എന്ത് വിളിക്കണം എന്നുള്ളത്. നമ്മളിപ്പോൾ അന്ധൻ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് പറയാം, പക്ഷേ അവനെ സംബന്ധിച്ച് ആ വാക്ക് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹമോ അല്ലെങ്കിൽ അവരുടെ സംഘടനയാണ് പറയേണ്ടത്. അവരെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്, അതായത് അനുഭവിക്കുന്നവരാണ് തന്നെയാണ് പറയേണ്ടത് എന്നെ എന്ത് വിളിക്കുന്നത്. കാരണം ആ അനുഭവം നമുക്കില്ല. അത് നമുക്കില്ലാത്തടത്തോളം അത് അവനോ അവളോ പറയാൻ തന്നെയാണ് അതിന് ആ സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നേ. അതിനെന്താണ് കുഴപ്പം? അതൊരു പ്രോഗ്രഷനല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ പണ്ട് ഈ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുമ്പോൾ അതൊരു പിശാചിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണെന്നും അതിന് തലയൊട്ടിയിൽ ഒരു ഓട്ട തുളച്ചാൽ മതിയെന്നും അതിൽ കൂടെ പിശാച് പുറത്തേക്ക് പോകുന്നു വിശ്വസിക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലത്ത് നിന്നാണ് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ചില കെമിക്കലുകളുടെ ആക്ഷൻ പ്രവർത്തനവും മൂലമാണെന്നും അതിന് അനുയോജ്യമായിട്ടുള്ള മോഡേൺ മെഡിസിനിലുള്ള മരുന്ന് കൊടുത്തുകൊണ്ട് നമുക്കിപ്പോൾ മാറ്റാൻ പറ്റുന്നത്. അപ്പോൾ അത്രയും നമ്മൾ സഞ്ചരിച്ചിട്ടാണ് ഇവിടെ വരെ എത്തിയത്. അപ്പോൾ ഈ വാക്കുകളൊക്കെ ആണെങ്കിലും ഈ ഒരു എന്താ പറയുക എവല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്, ഇവോൾവ് ചെയ്യാണ്. പണ്ട് നമ്മൾ ഒരു വിഷമവും ഇല്ലാണ്ടായിരുന്നു നമ്മൾ എന്താ പറയുക പൊട്ടൻ എന്നൊക്കെ പറഞ്ഞിരുന്നത്. എനിക്കിപ്പോൾ ഞാനും പൊട്ടൻ ചേട്ടൻ എന്ന് വിളിച്ചിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഭയങ്കര സ്നേഹത്തോടുകൂടിയിട്ട്, കാരണം അദ്ദേഹം സംസാരിക്കാൻ ഇല്ലെങ്കിൽ പോലും നമ്മളെ ശബ്ദങ്ങളുണ്ടാക്കി നമ്മളെ തമാശ കാണിക്കുമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയാണ്. പക്ഷേ ആ പൊട്ടൻ ചേട്ടൻ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ വിളിക്കാൻ പാടില്ല. നമ്മൾ ഈ അടുത്തൊക്കെയാണ് നമ്മളത് വ്യക്തമാകുന്നത്. മനസ്സിലായോ? നമ്മളും കാരണം നമുക്കിപ്പോൾ എനിക്കിപ്പോൾ 48 വയസ്സായി. ഇപ്പം എൻ്റെ ഒന്നൊരു ടീനേജിലൊന്നും ഇത്തരം ഒരു ഓറിയൻറ്റേഷൻ കിട്ടിയിട്ടില്ല. ഇപ്പോഴത്തെ ടീനേജേഴ്സിന് അത് കിട്ടുക എന്ന് പറയുമ്പോൾ അവർ ഭാഗ്യവാന്മാരാണ്. അവരിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. എൻ്റെ ഇത്തരം ഈ പറയുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചുള്ള അവയർനെസ്സൊക്കെ അത് കൂടുതൽ നടപ്പാക്കുന്നത് കണ്ടിട്ട് എൻ്റെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെതാണ്, എൻ്റെ സ്റ്റുഡൻസ്, നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള അവരിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. മനസ്സിലായോ? നമുക്ക് കുറേ കിട്ടാണ്ട് പോകണം, നല്ലൊരു വാക്കും ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇത്തരം ചർച്ചകളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഒക്കെ കുറച്ചുകൂടെ വളർന്നു വന്നത്. ഈ മില്ലേനിയലായിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് സിനിമയോടും അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്താ പറയുക ഫിലിം മേക്കിംഗ് രീതികളോടൊക്കെ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങളുണ്ട്. ഇപ്പം നമുക്ക് പണ്ടത്തെ പല സിനിമകളും എടുക്കുമ്പോൾ അത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല, പല സിനിമകൾ എടുക്കുമ്പോൾ അത് ഓവർ ഡ്രമാറ്റിക് ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ചില സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് അതിലെ ചില സംഭാഷണങ്ങൾ തെറ്റാണെന്ന് കൃത്യമായിട്ട് ആളുകൾ എടുത്ത് പറയുന്നുണ്ട്. അതൊക്കെ ശരിക്കും നമ്മളുടെ സമൂഹത്തിന്റെ ഒരു മൗൾഡിങ് കിട്ടിയതിന്റെ ഭാഗമാണെന്നാണ് ചോദിക്കുന്നത്. കറക്റ്റ്. ഇപ്പോൾ വാത്സല്യത്തിലൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്, നല്ലതാണെന്നേ. നമുക്കതൊക്കെ ഒരു പഠനമല്ലേ. നമുക്ക് ഇനി അത് ആവർത്തിക്കാതിരിക്കാനും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനും അപ്പം നമ്മളൊക്കെ അതിനാണ് ശ്രമിക്കുന്നത് തന്നെ. നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ 24 ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൽ ബിഗിനിങ്ങിൽ തന്നെ നമ്മൾ ചെയ്തത് വൈശാഖൻ തമ്പി സാറെ ക്ലാസ് വെച്ചിരുന്നു. വൈശാഖൻ തമ്പി സാറ് ആ ഒരു എന്താ പറയുക ആ ഒരു സയൻറ്റിഫിക് പെർസ്പെക്റ്റീവിൽ എങ്ങനെ സമീപിക്കാമെന്നുള്ള ക്ലാസ്, അല്ലെങ്കിൽ സണ്ണി കബിക്കാട് സാറ് ദളിത് സ്വത്വബോധങ്ങളെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിരുന്നു. നമ്മുടെ ഡോക്ടർ അമൃതരാജ് ജെൻഡർ പൊളിറ്റിക്സിനെ പറ്റി ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് ഇതാണ്, നമ്മൾ ഒരു സിനിമാക്കാരനാവുക എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ പഠിച്ചുകൊണ്ടായിരിക്കണം. ഇത്തരം ഈ ശാസ്ത്രശാഖകളെല്ലാം ചേർത്ത് പിടിച്ചാലാണ് അയാൾക്ക് നല്ലൊരു സിനിമ ചെയ്യാൻ പറ്റുക ഇനിയുള്ള കാലഘട്ടത്തിൽ. അല്ലെങ്കിൽ ജനം ക്വസ്റ്റ്യൻ ചെയ്യും തീർച്ചയായിട്ടും. അല്ലെങ്കിലാണ് ഹേമ കമ്മിറ്റികൾ അധികം വേണ്ടി വരിക.
ഇതൊന്നും ഇല്ലാണ്ട് വരുമ്പോഴാണ്. കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് കൺസെൻറ്റ് എന്ന് പറയുന്ന ഒരു മനോഹര പദത്തിൻ്റെ അർത്ഥം എന്താണ്, അതെങ്ങനെയാണ് നേടിയെടുക്കുക, അല്ലെങ്കിൽ അതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ അത് വലിയൊരു പരിമിതിയാണ്. അപ്പോൾ അപ്പോൾ അവിടെ കാരണം ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ആണല്ലോ നമ്മൾ, അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അതിപ്പോൾ പാട്രിയാർക്കും വേണ്ട മാട്രിയാർക്കും വേണ്ട, നമുക്ക് അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു സമൂഹത്തെ നമുക്ക് നോക്കി കാണാം, അല്ലെങ്കിൽ ഓരോ വ്യക്തികളെയും നമുക്ക് നോക്കി കാണാം എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് നമുക്ക് കൊണ്ടുവരിക. അതിൽ നമ്മുടെ ഓരോ സ്റ്റുഡൻറ്റും ഓരോ സ്റ്റുഡൻ്റ് അങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവർക്ക് ഇതിനെപ്പറ്റിയുള്ള എല്ലാ അവയർനെസ് ഉണ്ടാവുകയും, ഇപ്പോൾ ഞങ്ങൾ കൂടുതൽ കുട്ടികളുടെ റിക്വസ്റ്റ് ചെയ്യുന്ന ഇത്തരം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളിൽ, അല്ലെങ്കിൽ ആ ജയിൽ പുള്ളികളാവാം, അല്ലെങ്കിൽ ജുവനൈൽ ഹോം എന്നുള്ള പേര് മാറ്റി ഇപ്പോൾ ഷെൽട്ടർ ഹോം എന്നാക്കി, അങ്ങനെയാവാം, അല്ലെങ്കിൽ ചില ട്രൈബൽ സമൂഹങ്ങളാവാം. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും എക്സസൈസുകൾ അവരുടെ കൂടെ ആയിരിക്കണം ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റുകൾ നമ്മളിപ്പോൾ അങ്ങനെ വെക്കുന്നുണ്ട്. കാര്യം മനസ്സിലാക്കട്ടെ, സമൂഹത്തിൻ്റെ എല്ലാ പോക്കറ്റ്സുകളും മനസ്സിലാക്കിക്കൊണ്ട് അവർ ഇവോൾവ് ചെയ്ത് വരട്ടെ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ആ ഒരു മെച്യൂരിറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പം തുടക്കത്തിലെ ചില സിനിമകൾ, ഇപ്പം ശിവം പോലുള്ള അല്ലെങ്കിൽ ഡിസംബർ പോലുള്ള സിനിമ, ആ സിനിമകളിൽ ഒരു ആക്ടറിനെ വേണ്ട വിധത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പരിണിതഫലമായിട്ടാണോ ജിജോ ഇപ്പോൾ ആക്റ്റീവ്ലി ആ സമയത്ത് ഇപ്പോഴൊന്നും കൊമേഴ്ഷ്യൽ ഫിലിംസിന്റെ ഭാഗമായിട്ട് പെർസ്യൂ ചെയ്യാണ്ടിരുന്നിരുന്നത്? അങ്ങനെയാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? കുറേ അങ്ങനെയാണ്. കാരണം എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് ബഹുമാനമൊന്നും എനിക്ക് ഒരു ചുക്കും ആവശ്യമില്ല. ഇക്വാലിറ്റി വേണം. ഞാൻ ഇഷ്ടം സമ്പാദിക്കാൻ നോക്കുക. എന്നെ ഇവിടുത്തെ ചില സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് സാർന്ന് വിളിക്കുമ്പോൾ ഞാൻ പേര് വിളിക്കാനാണ് പറയാം. സ്റ്റുഡൻസിൻ്റെ അടുത്തും ഞാൻ പേര് വിളിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്, റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് അവർക്ക് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ എന്നെ സാർന്ന് വിളിക്കുമ്പോൾ അത് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അവരെ തിരിച്ചും സാർന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ മാഡം എന്ന് വിളിക്കുന്നു. അങ്ങനെയാണ് ഞാൻ അതിനെ ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഇക്വാലിറ്റി കൊണ്ടുവരിക എന്നുള്ളത്, ഇതാണ് ബേസിക്കലി ഒരു ആർട്ടിസ്റ്റിൻ്റെ കടമ തന്നെ. അതാണ് നിങ്ങൾ എന്ത് പഠനം സംഭവിക്കുകയാണെങ്കിൽ കൂടുതൽ പഠിക്കും തോറും നിങ്ങൾ ആ ഒരു പോയിന്റിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. അങ്ങനെ നിങ്ങൾക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണ് മനസ്സിലാക്കുക. അത് ഈ എല്ലാ പഠനങ്ങളും ഡിഗ്രികളൊന്നും ഇൻഹിബിഷനായിട്ട് നമ്മുടെ ബോഡിയിലും മൈൻഡിലും നിൽക്കുകയല്ല വേണ്ടേ. ഇതിനെല്ലാം ഒരു സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഉപയോഗത്തിന് വേണ്ടിയിട്ടായിരിക്കണം ഇതെല്ലാം അറിവിനെ ഉപയോഗപ്പെടുത്തേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് ആർട്ടിസ്റ്റിന്. കാരണം ആർട്ടിസ്റ്റിന് ഇമാജിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. അയാൾക്ക് ഫ്യൂച്ചറിനെ കാണാൻ പറ്റും. അപ്പോൾ അയാൾ അങ്ങനെ ഉള്ളൊരു ആളല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും. കാരണം ഇപ്പം സിനിമകളൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ മതവും അല്ലെങ്കിൽ അത്തരം പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. കാരണം ആളുകൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അത് നിങ്ങൾ നോക്കിയാൽ മതി. വരുന്ന സിനിമകളുടെ അതിൻ്റെ ഒരു പൊളിറ്റിക്സൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആരാണ് ഫിലിമിനെ ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ വലിയ പ്രശ്നം ചെയ്യും. അതൊക്കെ സമൂഹത്തിനെ തിരിച്ചടിപ്പിക്കും. അതുകൊണ്ടാണ് ഇത്തരം സിനിമയുടെ അകത്ത് മതവും അല്ലെങ്കിൽ മതത്തിന്റെ പ്രൊപ്പഗാൻഡയൊക്കെ വരുന്നത് ശ്രദ്ധയപ്പെടുന്നുണ്ട്. ഇപ്പോൾ സിംഗം 4 എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നു, ഒരു ഔട്ട് ആൻഡ് ഔട്ട് കൊമേഴ്ഷ്യൽ ആക്ഷൻ സിനിമയാണ്. പക്ഷെ അതിന് പാരലലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രാമായണമാണ്. രാമായണത്തിന്റെ ടെംപ്ലേറ്റിൽ നിന്നുകൊണ്ടാണ് പോലീസ് സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ കുറച്ചധികം ഈ ഹിന്ദുത്വവാദം അല്ലെങ്കിൽ ഹിന്ദു പുരാണങ്ങളെ കൊമേഴ്ഷ്യലായിട്ട് ഉപയോഗിക്കുക. ഹിന്ദു രാജാക്കന്മാര് നായകന്മാരാകുമ്പോൾ വില്ലന്മാരാരായും നമുക്ക് ഏറെക്കുറെ ഊഹിക്കാമല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? പിന്നെ ഞാൻ പറയുന്നത് അത് ഞാനൊരു പ്രത്യേക സമൂഹത്തെ മാത്രമല്ല, ഇതെല്ലാ സമൂഹങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാ സമൂഹങ്ങളും ഇവിടെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, പ്രത്യേകിച്ച് മതസമൂഹങ്ങൾ അവരുടെ ഒരു ശക്തിയെ തെളിയിക്കുവാനും അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊപ്പഗാൻഡയെ അത് കൂടുതൽ വിപുലപ്പെടുത്തുവാനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കെ.ആർ. നാരായണൻ സാറിൻ്റെ പേരുള്ള ഒരു സ്ഥാപനം, അത് വളരെ സെക്കുലർ ആയിരിക്കണം, അത് പ്രോഗ്രസീവ് ആയിരിക്കണം, അത് ജെൻഡർ ഇക്വാലിറ്റീനെ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കണം, ഇത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളെയും എതിർക്കുന്നതായിരിക്കണം. ഇത്തരം സിനിമകളായിരിക്കണം ഇവിടെ നിന്ന് വരേണ്ടത്. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതോടൊപ്പം ചേർത്ത് ചോദിച്ചോട്ടെ, അപ്പൊ കഴിഞ്ഞ ഒരു വർഷം മുമ്പുണ്ടായ ഇൻസിഡൻസിൽ അത് ഇൻസിഡൻസിനെ എടുത്ത് പഠിക്കാൻ നേരത്ത് ജിജോ എന്ത് സ്റ്റാൻഡ് എടുത്തത്? കുട്ടികളുടെ കൂടെയാണോ നിന്നത്? ഓഫ് കോഴ്സ്, അതിനിപ്പോൾ എന്താ, കുട്ടികളുടെ കൂടെയല്ലേ, അതിൽ തർക്കമില്ലല്ലോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചില കാര്യങ്ങളിൽ ഞാനിവിടെ വന്നിട്ടുള്ള ഈ ജാതീയതയുടെ പ്രശ്നം ഞാനിവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ അടുത്ത് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് തന്നെയാണ്. ഇതായിട്ട് അന്നത്തെ ചെയർമാനായിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ സാറിനോടും മോഹനനോടും ഇല്ല, എനിക്ക് സംസാരിക്കാനുള്ളൊരു അവസരമൊന്നും കിട്ടിയിട്ടില്ല. അത് ഞാൻ വ്യക്തിപരമായിട്ട് കിട്ടുകയാണെങ്കിൽ എനിക്ക് സംസാരിക്കണം നല്ല ആഗ്രഹമുണ്ട്.
ഒരു വട്ടം ഞാൻ സാറിനെ സാർ ഇങ്ങോട്ട് വിളിച്ചിരുന്നു, അത് വേറെ ആവശ്യമായിട്ട്. പക്ഷേ ആ സമയത്ത് നമുക്കൊന്നും അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റിയില്ല. പക്ഷേ ഞാൻ അത് തയ്യാറാണ് അത്തരം കാര്യങ്ങൾ, കാരണം എനിക്ക് അതിന് കൃത്യമായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ആരെടുത്തും അങ്ങനെ പറയാനോ അതിലൊന്നും ഒരു വിഷമില്ല. ബോധ്യത്തിൽ അന്ന് അവർ എടുത്ത സ്റ്റാൻഡുകൾ പുനഃപരിശോധിക്കേണ്ടതായിരുന്നു. പിന്നെന്താ അതങ്ങനെ തന്നെയാണ്. അത് പിന്നെ അത് എത്രത്തോളം അതിൻ്റെ എന്താ പറയുക ഇൻറ്റൻസിറ്റി എത്രയായിരുന്നു എന്നുള്ള, കാരണം ഞാൻ ഇൻവോൾവ് അല്ല, ഞാൻ ആ സമയത്തൊന്നും ഇവിടെ ഇല്ല. മനസ്സിലായി. ജിയോഗ്രഫിക്കലി ഞാൻ പോകുന്നതാണ്. അതുകൊണ്ട് അല്ല, ഞാൻ പഠിക്കുന്ന പറയുന്നത് ഞാൻ അവിടെ വന്നിട്ട് അതിൽ ഇൻവോൾവ് ചെയ്ത കുറച്ച് പേരെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് 2 ഭാഗം കാണാൻ പറ്റിയിട്ടില്ല, നേരിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു പരിമിതി ഉണ്ട്. പക്ഷെ അതിനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം എനിക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ ചരിത്രത്തൊക്കെ പഠിക്കുമ്പോഴും അത് ഇന്നലെയും നാളെയും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. അല്ലാതെ ഒരു കുത്തി നോക്കിക്കലോ മുറിവേൽപ്പിക്കലോ ഒന്നുമല്ല നമ്മുടെ ലക്ഷ്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അതിനെപ്പറ്റി പുറകെ പോകാനുള്ളൊരു സമയം കിട്ടില്ല. പ്രത്യേകിച്ച് ഈ സമയങ്ങൾ നല്ല തിരക്കല്ലായിരുന്നു. അപ്പോൾ കുട്ടികൾ നമ്മളൊരു 7-8 മാസം എടുത്തിട്ടാണ് ഇപ്പോൾ 24 ബാച്ചിനെ ഇപ്പോൾ ക്യാമ്പസിൽ എത്തിക്കാൻ പറ്റിയത്. ഒരു 7-8 മാസത്തെ വർക്കാണ്. നമ്മൾ പോലും അറിയാണ്ടാണ് നമുക്ക് വർക്ക് ചെയ്യാൻ. നമ്മളിപ്പോൾ അത് അവരോട് വേദനിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ മതി. നമ്മളിപ്പോൾ അത് ചോദിക്കാനോ അതിനൊന്നും ഒരു സമയം കണ്ടെത്താൻ പറ്റുന്നില്ല നമുക്ക്. മനസ്സിലാവും അത്. ഈ അനുരാഗ് കശ്യപിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ? പിന്നെ പുള്ളി വളരെ എൻജോയ് ചെയ്തിരുന്നു. കുട്ടികൾ വളരെ അതിലേറെ എൻജോയ് ചെയ്തു. അപ്പോൾ അയാൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യല്ലേ. പുള്ളി സിനിമകൾ കാണിക്കുന്നു, കുട്ടികളുടെ അടുത്ത് ഡിസ്കഷൻ വെക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളുടെ ഓരോ ഡിപ്ലോമ ഫിലിമുകളെ മെൻറ്റർ ചെയ്യുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ്. പിന്നെ അദ്ദേഹം വളരെ പൊളിറ്റിക്കലിയും ഒക്കെ തുറന്നു പറയുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം തോന്നുന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നൊരു വ്യക്തി. അപ്പോൾ അതിൻ്റെ ഒരു സൗന്ദര്യമില്ലേ നമുക്കിങ്ങനെ. നമ്മുടെ ഒരു ഭയങ്കര നയപരമായിട്ടൊന്നും പെരുമാറേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെ അദ്ദേഹം പറയുന്നതിൻ്റെ രസമുണ്ട്. 1001 നുണകടലും ഇതുപോലെ തന്നെ ആക്ടിംഗ് കൊടുത്തിരുന്നു. അത് സലീം അഹമ്മദ് ഒക്കെയാണ് നമ്മളെ വിളിച്ചിട്ട്, ദുബായിലായിരുന്നു. അത് താമറാണ് അത് ചെയ്തത്. അപ്പോൾ അതിന് ആക്ടേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അടുത്ത വർക്കിലും ഇപ്പോൾ സലീംക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് ആസിഫ് ചെയ്യുന്ന സിനിമയിൽ ആസിഫിൻ്റെ അല്ല, അതിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു, നടന്നുകൊണ്ടിരിക്കുക. സലീംക്ക് വേറെ ഒന്നും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും സലീംക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വരാൻ. എനിക്കത് ഇഷ്ടമാണ് അങ്ങനെ ആക്ടേഴ്സിനെ ജയ്ഭീമിൽ ചേരുന്നു. പിന്നെ 101 ചോദ്യങ്ങൾ നമ്മുടെ സിദ്ധാർത്ഥ് ശിവയുടെ അത് ചെയ്തിരുന്നു. തമിഴിലൊക്കെ 1-2 ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും വലിയ സിനിമകളല്ല കേട്ടോ. പ്രത്യേകിച്ചും സ്റ്റുഡൻസൊക്കെ അവിടുത്തെ ഡിപ്ലോമ ഫിലിമിലൊക്കെ കുട്ടികൾ അത്തരം സഹകരണങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. എന്തായാലും ഡയറക്ടറായിട്ടുള്ള പുതിയ ഈ ഒരു ഫോം അത് ഏറ്റവും സോഷ്യലി കമ്മിറ്റഡായി റെലവൻ്റായി ഈക്വാലിറ്റി നിലനിർത്തിക്കൊണ്ട് ചെയ്യാൻ സാധിക്കട്ടെ. സിനിമകളിലേക്കും ഇനി അങ്ങോട്ട് ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റട്ടെ. ഒരു മെൻ്റർ എന്നുള്ള രീതിയിലും ഇപ്പോൾ ജയ്ഭീമിലൊക്കെ വഹിച്ചിട്ടുള്ളൊരു പങ്കുണ്ടല്ലോ, അത് വളരെ വലുതാണ്. അതും വരാനായിട്ട് സാധിക്കട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നല്ല നമസ്കാരം. താങ്ക് യു ഡിയർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575.